ഓം സ്വാമിയേ ശരണം അയ്യപ്പ. ഓം സ്വാമിയേ ശരണം അയ്യപ്പ. പരമ്പരാഗതനായ തന്ത്രി വരുമ്പോൾ കൂടെ മേൽശാന്തിയും ഉണ്ടാകും. സന്നിധാനത്തിൽ നിൽക്കുന്ന ഓരോ നിമിഷവും വികാരോജ്വലമായിരിക്കും. ഒരു ഉന്നതമായ, പുണ്യമായ, ദൈവീകമായ, പരിശുദ്ധമായ സന്നിധാനത്തിൽ നിൽക്കുന്നു എന്ന അത്ഭുത സത്യം എല്ലാ ഭക്തരുടെയും മനസ്സുകളിൽ നിറഞ്ഞു കവിയും. ഭക്തരുടെ കണ്ണുകൾ ശ്രീകോവിലിന്റെ വാതിൽ നോക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിൽ സ്വാമി അയ്യപ്പൻ മാത്രം. കൈകൾ ശാസ്താവിനെ തൊഴുവാൻ തുടിച്ചുകൊണ്ടിരിക്കും. ഈ നിമിഷം ദൈവീക നിർവൃതിയുടെ നിമിഷമാണ്. മംഗളസംഗീതം മുഴങ്ങവേ എല്ലാ വേദപണ്ഡിതന്മാരും അകത്തേക്ക് ചെല്ലുമ്പോൾ പൂജ കഴിഞ്ഞ് ദീപാരാധന കാട്ടപ്പെടുന്നു. എത്രയോ പാപങ്ങൾ ചെയ്ത് ദുഷ്ടചിന്തയിൽ മുഴുകി മൃഗതുല്യമായി പോയ ഈ ദേഹത്തിൽ പുതിയ പ്രകാശം കടന്ന് പരിശുദ്ധി വന്നതുപോലെ എല്ലാ ഭക്തന്മാർക്കും പറഞ്ഞറിയിക്കാനാവാത്തൊരു വികാരമുണ്ടാവുന്നു. ആ നിർവൃതിയാണ് ദൈവീകത്വം. ആ രോമാഞ്ചമാണ് ശാസ്താവിൻ്റെ അനുഗ്രഹം എന്ന ചിന്തയോടെ ഭക്തന്മാർ ആനന്ദാനുഭൂതി നേടുന്നു. ദീപാരാധനയ്ക്ക് ശേഷം എല്ലാവർക്കും തീർത്ഥം കൊടുക്കുന്നു. പുണ്യതീർത്ഥത്തിനാൽ പുതുജന്മമെടുത്തതുപോലെ ഭക്തരെല്ലാം മനഃശാന്തി അടയുന്നു. മനഃശാന്തി, ജന്മസാഫല്യം, അതിന് തുല്യമായി മറ്റൊന്നില്ല. അതാണ് പരിശുദ്ധിയുടെ സായുജ്യം.